ഹലോ, ദേ ചായ റെഡി. ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല എന്ന് പറയുന്നത് എത്ര ശരിയാ. എണീക്ക് നന്ദു, എണീക്കുന്നേ. അതിരാവിലെ തന്നെ MLAക്ക് ഒരു അപേക്ഷ കിട്ടി. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും അപേക്ഷ പരിഗണിക്കാനും ഒക്കെയാ വിളിച്ചത്. ശരി, ഉറങ്ങുന്നെങ്കി ഉറങ്ങിക്കോ. എന്താ എന്നെ വിളിച്ചായിരുന്നോ? ഞാനേ വല്ലാണ്ട് ഉറങ്ങിപ്പോയി. ഏയ്, ഞാൻ വിളിച്ചില്ലല്ലോ. നന്ദു ഉറങ്ങിക്കോ. അല്ല, കുഞ്ഞെന്നോ അപേക്ഷ എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. ഏയ്, അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. നന്ദു ചിലപ്പോ ഉറക്കത്തിൽ സ്വപ്നം കണ്ടതായിരിക്കും. അതെന്ത് പരിപാടിയാ ഇതൊരുമാതിരി വിളിച്ചുണർത്തിട്ട് കഞ്ഞില്ലെന്ന് പറയുന്ന പോലെ. MLA ഞാൻ നോക്കില്ല. കൂൾ. അപേക്ഷയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇന്നലെ രാത്രി നേരിട്ട് സംസാരിച്ചല്ലേ, പിന്നെന്തിനാ രാവിലെയും പരാതി അയച്ചത്, അതും ഫോട്ടോ സഹിതം. വിഷയം MLA ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട്. പോരെ? അങ്ങനെ വെറുതെ അങ്ങ് പറഞ്ഞിട്ട് പോയാ പോരെ. രാഷ്ട്രീയക്കാരുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണെന്ന നാട്ടുകാർ പറയുന്നത്. എന്നാലേ ഇപ്പോഴത്തെ MLA-മാരിൽ ഭൂരിപക്ഷവും പറയുന്നത് നടപ്പിലാക്കുന്ന MLA-മാരാ. ആണോ? പിന്നല്ലാതെ. ആ, അത് കേട്ടാ മതി. വെറുതെ ഇന്നലെ രാത്രി കഥയും പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്കെപ്പോഴാണെങ്കിൽ ഉറക്കം വന്നിട്ട് പാടില്ലായിരുന്നു. നന്ദു പറയുന്നൊക്കെ വാസ്തവ. വിവാഹം കഴിഞ്ഞതു മുതൽ ഒന്നിനു പിറകെ ഒന്നായി ഓരോരോ പ്രശ്നങ്ങളായിരുന്നു. അതൊക്കെ തീർക്കാനുള്ള ഓട്ടപ്പാച്ചിലായിപ്പോയി കുറച്ചു കാലം നമ്മുടെ ജീവിതം. കല്യാണം കഴിഞ്ഞപ്പോഴുള്ള പ്രശ്നങ്ങള്, പിന്നിവിടെ വീട്ടിലെ ജോലിക്കാരെ പോലെ വന്നത്, അമ്മയുടെ അകൽച്ച, മീരയുടെ മരണവും ഒളിവു ജീവിതവും, വീട് നഷ്ടപ്പെട്ട് അഭയാർത്ഥികളെ പോലെ അലഞ്ഞത്, പിന്നെ നമ്മുടെ ഇടയിലെ ചെറിയ തെറ്റിദ്ധാരണ, അരുന്ധതി മാഡത്തിന്റെ പ്രശ്നങ്ങള്, പിന്നെ സ്ഥാനാർത്ഥിയായി MLA ആയി. ഇതിനിടയില് നമ്മുടെ മാത്രമായ കുടുംബജീവിതം നമ്മൾ മറന്നുപോയതുപോലെയായി. നന്ദു പറഞ്ഞതുപോലെ ഇനി എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങളൊക്കെ വേണം. അപ്പോ ഇനി നമ്മള് MLA വോട്ടറോ അല്ല, അമ്മയും അച്ഛനും അല്ലേ? അതെ, എന്തായാലും നമ്മുടെ മോക്ക് നല്ലൊരു പേര് കണ്ടുപിടിക്കണം. മോളോ? ആരാ പറഞ്ഞു നമുക്ക് മോളാന്ന്? മോനാ വരാൻ പോകുന്നേ. പേരും കണ്ടുവച്ചിട്ടുണ്ട്, ചന്തു. നന്ദന്റെ മോൻ ചന്തു. വില്ലാളി വീരൻ. ഏയ്, അതൊന്നും പറ്റില്ല. പെൺകുഞ്ഞു മതി. തന്നെ പോലൊരു പെൺകുഞ്ഞ്. വീടിന് ഐശ്വര്യമായിരിക്കും. അതുമല്ല, പുതിയ പഠനങ്ങൾ കണ്ടില്ലേ? അച്ഛനമ്മമാരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ആൺമക്കളെക്കാൾ പെൺമക്കളാണ് മുന്നിലെന്ന്. എന്നെപ്പോലൊരു ആൺകുട്ടിയേക്കാൾ തന്നെ പോലൊരു പെൺകുട്ടിയാണ് നമുക്ക് വേണ്ടത്. പേര് ദേവനന്ദ. അപ്പൊ എല്ലാം തീരുമാനിച്ചു. പിന്നെ അല്ലാതെ. ഇത് മോളെങ്കിൽ കയ്യിൽ കിട്ടിയാ മതി, ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. നീ ധൈര്യമായിട്ട് നിയമസഭയെന്ന് സമ്മേളനം എന്നൊക്കെ പറഞ്ഞു പൊയ്ക്കോ. ഞാൻ മോളുടെ കാര്യങ്ങളൊക്കെ നോക്കി വൈകുന്നേരം മോളെയും കൂട്ടി സെക്രട്ടറിന്റെ മുന്നിലെത്താം. അവിടെ നമുക്ക് തമ്മിൽ കണ്ട് കുറച്ചേരം കറങ്ങാനൊക്കെ പോവാം. ഹലോ, ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? നന്ദു പറഞ്ഞത് കേൾക്കല്ല, ഒക്കെ കാണുക.
ആലോചിച്ചപ്പോ നല്ല രസമുണ്ട്. ആൺകുഞ്ഞായാലും ശരി പെൺകുഞ്ഞായാലും ശരി, നമുക്കൊരു കുഞ്ഞ് വേണം. അപ്പൊ എന്റെ അഭ്യർത്ഥന പരിഗണിക്കും. ആ, ചായ കുടിച്ച് ഫ്രഷ് ആയിട്ട് താഴോട്ട് വാ.